ഹായ് ഹലോ. അപ്പോൾ നമുക്കൊരു അടിപൊളി കടായി ചിക്കൻ ഉണ്ടാക്കിയാലോ. ഒരു കടായിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചിക്കൻ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ കറിക്കട്ട് പീസാക്കിയിട്ടുള്ള ചിക്കനെ നമുക്ക് അതിലൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഫുള്ളായിട്ട് വറുത്ത് ഡ്രൈ ആയിട്ട് കോരിയിരിക്കേണ്ട, ഒരു ഹാഫ് ഫ്രൈ ആയിട്ട് വറുത്ത് കോരിയെടുത്ത് അത് നമുക്കൊന്ന് കോരി മാറ്റാം. അതിനൊപ്പം തന്നെ അതിലേക്ക് ചേർക്കാനുള്ള മസാല നമുക്കൊന്ന് ചതച്ചെടുക്കാം. കുറച്ച് മല്ലിയും, ഒരു 2-3 സ്പൂൺ മല്ലിയും, കുറച്ച് മുളക്, ചുവന്ന മുളകും, പിന്നെ പെരുംജീരകവും ജീരകവും കുറച്ച് ക്വാണ്ടിറ്റിയിൽ പൊടിച്ചെടുത്ത് അതിലേക്ക് ഒരു 4 തക്കാളി അല്ലെങ്കിൽ ഒരു 3 തക്കാളി വലുതാണെങ്കിൽ നമുക്കൊന്ന് അരച്ച് അതും കൂടെ ഈ ഓയിലിലേക്ക് തന്നെ, ചിക്കൻ വറുത്ത ഓയിലിലേക്ക് ഈ ചതച്ചെടുത്ത കടാ മസാലയും തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചെടുക്കുമ്പോൾ തന്നെ ഒന്നുകൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് 1, 2, 3 നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അതിലേക്ക്. അപ്പോൾ ഇത് കടാ മസാലയുണ്ട്, അധികം പൗഡറായിട്ടുള്ള മസാലകളല്ല നമ്മൾ ചേർക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനായിട്ട് മസാലയിലേക്ക് നമുക്ക് വറുത്ത് കോരിയ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ തിളച്ച് വരുമ്പോഴേക്കും, പെട്ടെന്ന് ഏകദേശം ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ വെന്തിട്ടുണ്ട്, നമ്മൾ വറുത്തതാണ്. പിന്നെ അതിൻ്റെ ഒപ്പം നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ചിക്കന് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ചിക്കൻ വറുക്കാനിടുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിടിക്കും. പിന്നെ ആവശ്യമായിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഉണ്ടെങ്കിൽ നമുക്ക് അതും ഇച്ചിരി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത്ര ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ മസാല ഏകദേശം റെഡിയായി. അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും കുറച്ച് മല്ലിയിലയും കൂടെ വിതറി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഗീൻ്റെ ഫ്ലേവർ വേണമെങ്കിൽ ഗീ ചേർത്ത് കൊടുക്കാം. പിന്നെ അതോടൊപ്പം നമുക്ക് കഴിക്കാനായിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഗീ ചേർത്തിട്ട് ഒരു കോക്കനട്ട് റൈസ് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കടുകും ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും പിന്നെ ഇച്ചിരി പീനട്ട്, കപ്പലണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം ചിരണ്ടി വെച്ചിട്ടുള്ള തേങ്ങ, 1 കപ്പ് തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്ര ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പോലെ വേവിച്ച് വെച്ച ബാസ്മതി റൈസോ അല്ലെങ്കിൽ പൊന്നി റൈസോ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു റൈസ് വേവിച്ച്, ഒത്തിരി വേവിച്ച് ഉടച്ച റൈസ് വേണ്ട, ഒരു 90% വെന്ത റൈസ് ഉണ്ടെങ്കിൽ, തണുത്ത റൈസ് ആണെങ്കിൽ നല്ലത്, നമുക്ക് ഇളക്കിയെടുക്കാൻ, കുഴഞ്ഞു പോകാതെ ഇളക്കിയെടുക്കാൻ പറ്റും. ഇതൊക്കെ കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ള കോക്കനട്ട് റൈസ് റെഡിയായി. പിന്നെ അതിനോടൊപ്പം കഴിക്കാൻ തന്നെ നമുക്ക് ഇച്ചിരി പാൽക്കപ്പ ഉണ്ടാക്കാം. കുറച്ച് ഓയിലും പിന്നെ അതിനോടൊപ്പം തന്നെ കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്ത്, പിന്നെ കപ്പ വേവിച്ചുടച്ചതും നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്, പാൽക്കപ്പയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കപ്പ ഒന്ന് നന്നായി ചൂടോടുകൂടി ഉടച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ആ ഡിഷ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് അതിലേക്ക് ആവശ്യമായ കോക്കനട്ട് മിൽക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളവും പിന്നെ കോക്കനട്ട് മിൽക്കും കൂടെ ചേർത്ത് അതിനെ ഒന്ന് ലൂസാക്കി എടുക്കുകയാണ്. ആവശ്യത്തിനുള്ള കോക്കനട്ട് മിൽക്ക്, 1 കപ്പ് കോക്കനട്ട് മിൽക്കാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് നമ്മുടെ പാൽക്കപ്പ, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമ്മുടെ കപ്പയും റെഡിയാണ്. ഇപ്പം നമ്മുടെ ഏകദേശമുള്ള നമ്മുടെ ഡിഷുകൾ കോക്കനട്ട് റൈസ്, അതോടൊപ്പം തന്നെ പാൽക്കപ്പയും നമ്മുടെ കടായി ചിക്കനും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഡിഷുകളെല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ചിക്കനൊന്നും ഒത്തിരി മസാല പിടിച്ച് മസാലകൾ ചേർത്ത് തയ്യാറാക്കേണ്ട ആവശ്യമില്ല. നല്ല ഫ്ലേവറാണ്, കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റും. കപ്പേൻ്റെ ഒപ്പം റൈസിൻ്റെ ഒപ്പം അടിപൊളിയാണ്. ട്രൈ ചെയ്ത്